നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂള്ളൂർ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 1/3/2026 ഞായറാഴ്ച റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 221, RSS 5 കിലോ 216, ISNR 20 199, ലാറ്റക്സ് 60% DRC 150 രൂപ 5 പൈസ. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചു വില നോക്കുമ്പോൾ RSS 4 കിലോ 221, RSS 5 കിലോ 216 കൊച്ചി വില. കേരളത്തിലെ മറ്റിനം ഗ്രേഡിനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 208, ലോട്ട് കിലോ 190 മുതൽ 195. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 148, 60% DRC ഒട്ടുപാൽ കിലോ 111. കേരളത്തിലെ മറ്റിനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 208, ലോട്ട് കിലോ 190 മുതൽ 195. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 210, RSS 5 കിലോ 207. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 231.85 പൈസ, RSS 5 കിലോ 233.41 പൈസ. ഫീൽഡ് ലാറ്റക്സ് നോക്കുമ്പോൾ 205 വ്യാപാരി വില. ഫാക്ടറി വില 215. വിശദമായി നോക്കുമ്പോൾ 25% DRC ഉള്ള 200 ലിറ്റർ 10,250, 30% DRC ഉള്ള 200 ലിറ്റർ 12,300, 35% DRC ഉള്ള 200 ലിറ്റർ 14,350. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 213, RSS 5 കിലോ 208, ISNR 20 186, 50 പൈസ മുതൽ 187 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 127 മുതൽ 142. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,810, ഒരു പവന് 1,11,480. അതുപോലെ 24 ക്യാരറ്റ് 16,157, ഒരു പവന് 1,29,256. അതുപോലെ 18 ക്യാരറ്റ് 12,110, ഒരു പവൻ 96,944. ഇതാണ് സ്വർണ്ണവില. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ സ്വർണ്ണത്തിന് മുകളിൽ 655 രൂപ, ഒരു പവന് മുകളിൽ 5,240 രൂപയാണ് കൂടിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളാണ് സ്വർണ്ണവില ഇങ്ങനെ കൂടാനും കാര്യം. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 80, പച്ചത്തേങ്ങ 50 മുതൽ 80 ചകരിയുള്ളത്. കൊക്കോ 330, കച്ചവടം ഉണങ്ങിയത് 500, കശുവണ്ടി 140, വെളിച്ചെണ്ണ ലിറ്റർ 410, കൊപ്ര എടുത്തുപിടി 168, അടയ്ക്ക പുതിയത് 390, പഴയത് 360, കാഞ്ഞിരക്കുരി 1,880, കയർ ഇടക്കയർ 10, കരിപ്പെട്ടി കയർ 10 മുതൽ 15, ജാതിക്ക 90 100, ഗ്രാമ്പു 800, നാടൻ ഗ്രാമ്പ് 925, പിണ്ണാക്ക് എക്സ്പ്ലസ് 44, റോട്ടറി 44, കുരുമുളക് അൺകാർബിൾഡ് കിലോ 700, കുരുമുളക് പുതിയത് 690, കുരുമുളക് കാർബിൾഡ് കിലോ 720, ചുക്ക് പെസ്റ്റ് 350, മഞ്ഞൾസിന് 155, പൈനാപ്പിൾ പച്ച 42, പഴം 58, വയനാടൻ കുരുമുളക് 700, വയനാടൻ നാടൻ ചേട്ടൻ 690, നെല്ല് കിൻഡൽ 2,500, കാപ്പി കുരു 36,200. അതിവാശിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഏപ്രിൽ 6-നും 12-നും ഇടയിൽ നടക്കാൻ സാധ്യതയുണ്ട്. പ്രഖ്യാപനം മാർച്ച് 2-ാം വാരം. മാർച്ച് 5-ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 6-നും 11-നും ഇടയ്ക്ക് പ്രധാനമന്ത്രിയും കേരളത്തിലെത്തുന്നുണ്ട്. ഇതിന് ശേഷമായിരിക്കും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും അതിവാശിയേറിയ തെരഞ്ഞെടുപ്പായിരിക്കും. LDF പറയുന്നത് 3-ാം തവണയും വരുമെന്ന്. ഇതിനെതിരെ ശക്തമായി മുന്നേറി അധികാരം പിടിക്കുവാനും UDF വളരെയേറെ ശ്രമിക്കുകയാണ്. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകും. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും